السلام عليكم ورحمة الله. اللهم اجعلنا من المتعلمين الفائزين الأخربيين الذين يتعلمون العلم لوجهك الكريم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله أما بعد. കിതാബുൽ മഹില്ലി 3-ാം വാള്യം 55-ാം പേജ്. വയജൂസു ജായിസാണ് അൻ യുഖാരിദൽ വാഹിദു, ഒരു മാലിക്ക് ഖിറാദ് നടത്തൽ, ഇസ്നൈനി 2 ആമിലിങ്ങളോട്, പണിക്കാർ 2 മുതലാളി 1. എങ്ങനെ ഖിറാദ് നടത്തുക? മുത്തഫാദിലും മുത്തസാവിയ, മുത്തഫാദിൻ അയാൾ തന്നെ ഏറ്റവ്യത്യാസമാക്കുന്ന നിലക്കും ജായിസാണ്, മുത്തസാവിയൻ സമമാകുന്ന നിലയിലും. എന്തിൽ ഏറ്റവ്യത്യാസവും സമമാക്കുക? ഫിൽ മഷ്റൂത്തിലുഹുമ, ആ 2 ആമിലിങ്ങൾക്കും നിബന്ധന വെക്കപ്പെട്ടതിൽ. എന്താ നിബന്ധന വെക്കപ്പെട്ടതെന്നതിനാൽ മേരബി ലാഭത്തിനാൽ. അപ്പോൾ ഈ 2 ആളെ ആമിലായി നിയോഗിക്കുമ്പോൾ 2 ആൾക്കും ഒരേ മാതിരി ലാഭം അങ്ങനെയാക്കുക, അതാണ് മുത്തസാവി എന്ന് പറഞ്ഞാൽ. ഇനി മുത്തഫാദിലും ആക്കാം. മുത്തഫാദിൽ ഉദാഹരണം എങ്ങനെ? കായ് യശ്രിത്ത, മാലിക്ക് ഷർത്താക്കും പോലെ ലി അഹദിഹിമ, 2 ആമിൽ നിന്നുള്ള ഒരാമിലേക്ക് ഷർത്താക്കുക, ലി അഹദിമൽ മുഅയ്യനായ ഒരാൾക്ക്. നിങ്ങൾ 2 ഏതെങ്കിലും ഒരാൾക്ക് എന്നല്ല, നേരച്ച് സെയ്ദ് അമർ 2 ആളിൽ സെയ്ദിനക്ക് സുലുസരിബി, ലാഭത്തിൻ്റെ 1/3 വലില്ലാഹരി, മറ്റേ ആൾക്ക് റുബ, ലാഭത്തിൻ്റെ 4/1. അപ്പം തഫാദുലായല്ലോ. ഇനി അവ യശ്രീത്ത, അല്ലെങ്കിൽ ആ മാലിക്ക് ഷർത്താക്കിയ ലഹുമ 2 ആമിലിനും അന്നിസ്ഫ, ലാഭത്തിൻ്റെ പൗതി ബിസ്വീത്ത് 2 തുല്യമായിട്ട് സമായിട്ട് തന്നെ, അത് മുത്തസാവിക്കുന്നതാണ്. ഈ നിലക്കൊക്കെ ഖിറാദ് നടത്തൽ ജായിസാണ്. ഖാലൽ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈന്നമായ ജൂസു, നിശ്ചയമായിട്ടും ജായിസാവലാകുന്നത് അൻ യുഖാരിദ, ഒരു മാലിക്ക് ഖിറാദ് നടത്തൽ, ഇതിനി 2 ആമിലിനോട് ഖിറാദ് നടത്തൽ ജായിസ് എന്ന് ഇവിടെ നബിയ മിനാജ് പറഞ്ഞല്ലോ. ആ ജായിസാകലാകുന്നത് ഇദാ അസ്ബത്ത ലി കുല്ലി വാഹിദിൻ, ഇദാ അസ്ബത്ത, മാലിക്ക് സ്ഥിരപ്പെടുത്തിയാൽ മാത്രമാണ് ലി കുല്ലി വാഹിദിൻ, 2 ആമിലിയങ്ങളിൽ നിന്നുള്ള ഓരോ ആമിലിനും സ്ഥിരപ്പെടുത്തിയാലാണ് അൽ ഇസ്തിഖ്ലാല, സ്വതന്ത്രതനെ. വെച്ചാൽ ഓരോരുത്തർക്കും സ്വയം തന്നെ ഇടപാട് നടത്താം, വെക്കുകയും വാങ്ങുകയും ചെയ്യാം, അത് മറ്റൊരാൾ ചോദിക്കേണ്ടതില്ല. ആ നിലക്കുള്ള അധികാരം 2 ഓരോരുത്തർക്കും കൊടുത്തെങ്കിൽ മാത്രമേ 2 ആളെ ആമിലാക്കാൻ പറ്റുള്ളൂ. ഇനി ഇസ്തിഖ്ലാലിനെ ഷർത്താക്കാത്തിൻ്റെ മാർഭാഗം, ഇസ്തിഖ്ലാലിനെ ഷർത്താക്കിയാലേ ഇത് ജായിസാകൂ എന്ന് വെക്കുമ്പോൾ, ഫൈദ ഷർത്ത, മാലിക്ക് ഷർത്താക്കിയാൽ അലാ കുല്ലി വാഹിദിൻ, 2 ആമിലിയങ്ങളിൽ നിന്നുള്ള ഓരോ ആമിലിൻ്റെ മേലും ഷർത്താക്കി, മുറാജഅത്തൽ ആഖിരി, ഇസ്തിഖ്ലാൽ പാടില്ല, മറിച്ച് ഒരാൾ വാങ്ങുകയോ വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരാളോട് കൂടിയാലോചന നടത്തണം. അപ്പോൾ ഒരാൾക്ക് സ്വന്തം സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, 2 ആൾ കൂടിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഷർത്താക്കിക്കൊണ്ടാണ് 2 ആളെ ആമിലാക്കിയതെങ്കിൽ ലം യജുസ്, ആ ഖിറാദ് ജായിസല്ല എന്ന് ഇമാമുൽ ഹറമൈനി പറഞ്ഞു. ഖാല റാഫിയു, ഇതിനെക്കുറിച്ച് ഇമാം റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ അദുന്നു, എന്നാൽ റാഫിയാകുന്ന ഞാൻ വിചാരിക്കുന്നില്ല, അല്ല അസ്ഹാബ, ഷാഫി ഇമാമിൻ്റെ അസ്ഹാബിനെ യുസായിദൂനഹു, ഇമാമുൽ ഹറമൈനിയെ സഹായിക്കുന്നവരായിട്ട്, അലൈഹി, ഇമാമുൽ ഹറമൈനി പറഞ്ഞതിൻ്റെ മേലെ. ഇമാമുൽ ഹറമൈനി പറഞ്ഞല്ലോ, ഒരു മാലിക്ക് 2 ആമിലിനോട് ഖിറാദ് നടത്തുകയാണെങ്കിൽ 2 എന്നുള്ള ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം കൊടുക്കണം, മറ്റേ ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള നിബന്ധന വെക്കാൻ പാടില്ല, ഓരോരുത്തരും സ്വയം തന്നെ നടത്താനുള്ള അധികാരം കൊടുത്തെങ്കിലേ പറ്റൂ എന്ന പറഞ്ഞതിനെ സഹായിക്കുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അങ്ങനെ ഇസ്തിഖ്ലാലിനെ ഷർത്താക്കിയാലും, അതല്ല മുറാജഅത്തിന് അല്ല ഇസ്തിഖ്ലാൽ കൊടുക്കാതെ മുറാജഅത്ത് ഷർത്താക്കിയാലും ഒന്നും പ്രശ്നമില്ല, 2 ആയിരുന്നാലും മുത്തലക്കായിട്ട് പറ്റുമെന്നാണ്. വഫിൽ മത്ലബി, എന്നാൽ മത്ലബ് എന്ന കിതാബിലുണ്ട്, അൽ മഷ്ഹൂറു, മഷ്ഹൂറായ കൗലാകുന്നത് അൽ ജവാസു, ഒരു മാലിക്ക് 2 ആമിലിനെ ഖിറാദ് നടത്തൽ ജായിസാണെന്നാണ് മുത്തലക്കൻ നിരുപാധികം. അഥവാ ഇസ്തിഖ്ലാലിനെ സ്ഥിരപ്പെടുത്തട്ടെ, മുറാജഅത്തിനെ ഷർത്താക്കട്ടെ, 2 ആയിരുന്നാലും. കമാൽ അന്നഹു റാഫി ഇമാമിൻ്റെ ഭാവന അങ്ങനല്ലേ? റാഫി ഇമാം പറഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ. ഇമാമുൽ ഹറമൈനി പറഞ്ഞതിനെ, അഥവാ മുറാജഅത്ത് ഷർത്താക്കാൻ പാടില്ല, ഇസ്തിഖ്ലാൽ കൊടുക്കണമെന്ന് ഉള്ള അഭിപ്രായത്തെ അസ്ഹാബിൻ്റെ കലാമൊന്നും സഹായിക്കുന്നില്ല എന്നല്ലേ? അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇനി പറയും, ഇപ്പോൾ എന്ത് പറഞ്ഞു? ഒരു മാലിക്ക് 2 ആമിലിനോട് ഖിറാദ് നടത്തുന്നതാണ്. ഇനി എൻ്റെ വലിയ ഇസ്ലാനി, അതുപോലെ 2 മാലിക്കീങ്ങൾ ഖിറാദ് നടത്തൽ ജായിസാണ്, വാഹിദൻ, ഒരു ആമിലിനോട്. അപ്പോൾ 2 മുതലാളിമാർ, ഇപ്പോൾ ഞാൻ
സെയ്ദും അമ്രും രണ്ട് മുതലാളിമാർ, രണ്ടാളും 2 ലക്ഷം വീതം കൊടുക്കുന്നു. ഖാലിദ് എന്നുള്ള ഒരു ആമിലിനൊക്കെ ഉണ്ട്. വരിബു എന്നിട്ട് ലാഭമാകുന്നത് ബാദ നസീബിൽ ആമിലി, ആമിലിൻ്റെ വിഹിതം കഴിഞ്ഞാൽ ആമിലിനൊക്കെ എന്തെങ്കിലും സംഖ്യ കണക്കാക്കും. ഇപ്പോൾ സുലുസുന്നോ റുബുന്നോ മറ്റോ ലാഭത്തിനും കണക്കാക്കണം, പൗതിന്നോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ലാഭമാകുന്നത് ബൈനഹുമ, 2 മുതലാളിമാരുടെ ഇടയിലാവും. അത് എങ്ങനെ ആകണം? രണ്ടാളുടെ ഇടയിൽ ബി ഹസബിൽ മാലി, 2 മുതലാളിമാരും ഇറക്കുന്ന സ്വത്തിൻ്റെ തോതനുസരിച്ചുകൊണ്ട് ലാഭം രണ്ടാൾക്കും ഉണ്ടാകണം. ഈ നിലക്ക് പറ്റുമെന്ന് അതിൻ്റെ മേൽ തഫ്രിയാണ്. അപ്പോൾ ഈ പിന്നെ 2 മുതലാളിമാർ ഒരാളെ കിറാൽ നടത്തുമ്പം അവിടെ ആമിൻ്റെ ലാഭം കഴിച്ച് ബാക്കിയുള്ളത് 2 മുതലാളിമാർക്ക് കിട്ടുമ്പം പോലെ സ്വത്തിൻ്റെ അനുപാതം അനുസരിച്ചാകണം എന്ന് വെക്കുമ്പോൾ ഫൈദാ ഷറത്താ, ആ 2 മുതലാളിമാരും 2 മാലിക്യങ്ങളും നിബന്ധന വെച്ചാൽ ലിൽ ആമിലി, കച്ചവടം ചെയ്യുന്നതായിരിക്കുന്ന ആമിലിനൊക്കെ ഷർത്താക്കി നിസ്ഫരിബിഹി, കിട്ടുന്ന ലാഭത്തിൻ്റെ പൗതിനെ ഷർത്താക്കി. അപ്പം മാലു ഹദിമ, എത്തരത്തിൽ 2 മുതലാളിമാരുന്നു, ഒരു മുതലാളിയുടെ സമ്പത്ത് മിയത്താൻ അയാൾ 200 അപ്പം മാലുല്ലാഹരി, മറ്റേ മുതലാളിയുടെ സമ്പത്തോ അത് മിയത്തുൻ 100 ഉള്ളൂ. അവൻ ആകെയിൽ 300 റസുൽമാലുള്ളത്. അതിൽ സുരുസാനി ഒരാളതും സുരുസ് വേറൊരാളതുമാണല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇക്തസമാൻ നിസ്ഫല്ലാഹറ, അപ്പം ലാഭത്തിൻ്റെ പൗതി ആമിലിക്ക് സർത്താക്കിക്കൊണ്ടത് ആമിലിക്ക് ഒറ്റക്ക് കിട്ടും. മറ്റേ പൗതി ഈ 2 മാലിക്യങ്ങളും കൂടി ഓരി വെച്ചെടുക്കും. എങ്ങനെ ഓരിച്ചെടുക്കും? അസലാസായിട്ട്, അസലാസനാൽ സുരുസായിട്ട്. അപ്പോൾ 200 ഇറക്കിയതായിരിക്കുന്ന മുതലാളിക്ക് ലാഭത്തിൻ്റെ സുരുസാനി ഉണ്ടാവും, 100 ഇറക്കിയ മുതലാളിക്ക് ലാഭത്തിൻ്റെ സുരുസും ഉണ്ടാവും. ഇതാണ് മാലിൻ്റെ ഹസബനുസരിച്ച് എന്നതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ആകണം, മാലിൻ്റെ ഹസബനുസരിച്ചേ ഉണ്ടാവുള്ളൂ ലാഭം മുതലാളിമാർക്ക് എന്ന് വെക്കുമ്പോൾ ഫൈൻ ഷറത്താ. ഇനി 2 മുതലാളിമാരും, അതായത് 200 ഇറക്കിയ മുതലാളി 100 ഇറക്കിയ മുതലാളി, രണ്ടാളും ഷർത്ത് വെച്ചു ഗൈറമ തഖ്തദീഹി നിസ്ബത്തു, ഗൈറമ ഒരു ലാഭമല്ലാത്തതിന്. അങ്ങനെ ലാഭമാണ് തഖ്തദിയ, ലാഭത്തിനെ തേടുമ്പോൾ നിസ്ബത്തു, 2 ഇറക്കിയ സ്വത്തിൻ്റെ ആനുപാതികം തേടും. അതിന് വിരുദ്ധമായിക്കൊണ്ടാണ് ഷർത്താക്കിയത്. ഇപ്പം നമ്മൾ ഈ ഉദാഹരണത്തിൽ തന്നെയുള്ള മാതിരി 200 ഇറക്കിയാക്കും 100 ഇറക്കാക്കിയ ഒക്കെ ലാഭം ഒരുപോലെ ആകണം, അല്ലെങ്കിൽ 100 ഇറക്കിയാക്ക് ലാഭം അധികം വേണം, 200 ഇറക്കിയാക്ക് ലാഭം കുറയണം. ഇങ്ങനെയൊക്കെ ഷർത്താക്കിയാലോ ഫസദൽ അഖദു, ആ കിറാദെന്ന അഖദിൻ്റെ ഫസാദായി പോകും. അന്തേ ഫസദാക്കാൻ ലിമാഫീഹി, അങ്ങനെ നിസ്ബ തേടുന്നതിന് വിരുദ്ധമായി ഷർത്താക്കുന്നതിലുണ്ടായ ഒന്നിന് വേണ്ടി ഉണ്ടായെന്നതിനാൽ ഷർത്തിരിബിഹി, ലാഭത്തിന് ഷർത്താക്കലുണ്ട് ലിമൻ, ഒരു മുതലാളിക്ക്, അങ്ങനത്തെ ഒരാൾക്ക്. അങ്ങനത്തെ ആളാണ് ലൈസ, അയാളല്ല മാലിക്കും വല ആമിലിൻ, അയാൾ മാലിക്കല്ല. കിറാദിൽ വേണ്ടത് ഒന്നുകിൽ മാലിക്കാവണം അല്ലെങ്കിൽ ആമിലാകണം എന്നാണ്. ഇവിടെ ഇപ്പോൾ മാലിക്കും അല്ല ആമിലും അല്ലാത്തൊരാൾക്ക് ഷർത്താക്കൽ വന്ന്, ഉദാഹരണമായിട്ട് ഈ 100 ഇറക്കിയ ആൾക്ക് ലാഭത്തിൻ്റെ സുലുസാനി ഉണ്ടാകണമെന്ന്, മറ്റേക്ക് സുലുസ് ഉണ്ടാകണമെന്ന് വെക്കുക. അപ്പോൾ ഈ സുലുസാനി ഈ 100 ഇറക്കിയ ആൾക്ക് കിട്ടൽ അയാളെ മാലിനനുസരിച്ചും അല്ല, കാരണം മാലിനത്രല്ലല്ലോ. പിന്നെ ഇയാളാണെങ്കിൽ പണിയെടുത്തിട്ടുമില്ല. അപ്പം പണിയെടുക്കുകയും മാലിറക്കുകയും ചെയ്യാത്ത ആൾക്ക് ലാഭം കിട്ടുക എന്നുള്ള കിറാദിൻ്റെ മുക്തതക്കെതിരായ കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അക്കതിൻ്റെ ഫാസിദാകും. അത് കഴിഞ്ഞു. ഇനി വേറെ പറയാം വൈദാ ഫസദൽ കിറാദ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് പല സ്ഥലങ്ങളിലും കിറാദ് ഫാസിദാകും എന്ന് പലയിടത്തും പറഞ്ഞു. അങ്ങനെ കിറാദ് പലയിടത്തും ഫാസിദായി കഴിഞ്ഞാൽ നഫദ തസറുഫുൽ ആമിലി, ആമിൽ നടത്തിയ ക്രിയവിക്രയങ്ങളൊക്കെ നടപ്പിൽ വരും. ഓൻ വിൽക്കുകയോ വാങ്ങുകയൊക്കെ ചെയ്തത് അത് പ്രാബല്യത്തിൽ വരും. അതെന്തേ? കിറാദ് ഫാസിദായിട്ടും അവൻ്റെ തസറുഫ് നടപ്പിൽ വരാൻ കാരണം ഇതിന് ഫിഹി, തസറുഫിൽ മാലിക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ. മാലിക്കിന് അനുവാദപ്രകാരമല്ലേ നടന്നത്. ഒരാളെ സ്വത്ത് അയാൾ അനുവാദപ്രകാരം തസറുഫ് എടുത്താൽ പറ്റുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തസറുഫ് നാഫിദാകും. വരീബു ജുമിഹു, പിന്നെ കിട്ടിയ ലാഭം കംപ്ലീറ്റോ അതിൽ മാലിക്ക്, അത് കിറാദ് പറഞ്ഞ വ്യവസ്ഥ പ്രകാരം ആമിനൊന്നും ഉണ്ടാവില്ല, മറിച്ച് കംപ്ലീറ്റ് മാലിക്കിനാണ് ഉണ്ടാവുക. അതെന്തേ? മാലിക്കിന് ഫുള്ള് ലാഭം കിട്ടാൻ കാരണം ഈ അന്നഹു, കാരണം ഈ ലാഭം എന്നുള്ളതായതിന് വേണ്ടി നമാവ് മിൽക്കിഹി, അത് മാലിക്കിൻ്റെ മിൽക്കിനൊക്കെയുള്ള അവൻ്റെ ഉടമയിലുള്ളതായിരിക്കുന്ന സ്വത്തിൻ്റെ വളർച്ചയാണ്, അതിൻ്റെ അഭിവൃദ്ധിയാണ്. അതുകൊണ്ട് അവനാ കിട്ടുക. പക്ഷേ അലിഹി, ആ മാലിക്കിൻ്റെ മേൽ നിർബന്ധമാണ് ലിൽ ആമിലി, ഈ ഫാസിദായിരിക്കുന്ന കിറാദിൽ തൊഴിലെടുത്തതായിരിക്കുന്ന തൊഴിലാളിക്ക് കൊടുക്കൽ നിർബന്ധമാണ്. ഉജറത്തു മിസ്ലി അമലിഹി, ആ ആമിലിൻ്റെ സാധാരണ നിരക്ക് കൂലി. ആ നാട്ടിൽ ഒരു ദിവസം കച്ചവടം ചെയ്താൽ ഒരു മാസം കച്ചവടം ചെയ്താൽ എത്രയാണോ കൂലിയെ കൊടുക്കണം. എന്താ ഉജറത്ത് കൊടുക്കണം എന്ന് പറയാൻ കാരണം ലി അന്നഹു, കാരണം ഈ ആമിലായതിന് വേണ്ടി ലം യമൽ, അവൻ ഇവിടെ പണിയെടുത്തിട്ടില്ലല്ലോ മജ്ജാനൻ, ഫ്രീ ആയിട്ട് സൗജന്യത്തിലല്ലല്ലോ പണിയെടുത്തത്. പിന്നെ ഓന് ലാഭം കിട്ടുന്നതിനൊക്കെയല്ലേ പണിയെടുത്തത്. വഖദ് ഫാത്തുൽ മുസമ്മ, ലാഭമാണെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ലാഭം ഇവിടെ ഫാസിദ കാലം കൊണ്ട് നഷ്ടപ്പെടുകയും ചെയ്ത്. അപ്പോൾ പിന്നെ ഓനൊന്നും ഹായിബാക്കാൻ പറ്റുകൊണ്ട് ഉജറത്ത് മിസ്ലി കൊടുക്കണം.
അപ്പോൾ ഈ ഉജ്റത്ത് മിസ്ലി ഫാസിദായിരിക്കുന്ന കിറാദിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇസ്തിസ്നിയ്യ. എപ്പോഴാണ് അങ്ങനെ ഉജ്റത്ത് മിസ്ലി കൊടുക്കേണ്ടത്? ഇല്ലാ ഇദാ ഖാല, മാലിക് പറഞ്ഞാലൊഴികെ ഖാറൽതുക വജമീഉ റിബ്ഹിലി എന്ന് പറഞ്ഞാലൊഴികെ. എന്താ പറഞ്ഞത്? ഖാറൽതുക, ഞാൻ നിന്നോട് കിറാദ് നടത്തി, വജമീഉ റിബി, ഈ കച്ചവടം ചെയ്തോ, പൈസ തരാം, പക്ഷേ കിട്ടുന്ന ലാഭം കംപ്ലീറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. വഖബില, ആമിലാണെങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനാണെങ്കിൽ ഒഴികെ, ഇങ്ങനെയാണെങ്കിൽ അവിടെ ഉജ്റത്ത് മിസ്ലി വേണ്ട. അതെങ്ങനെയാണെങ്കിൽ അറിയാൻ കാരണം ഫലാ ഷെയ്യലഹു, ഇവിടെ ആമിലേക്ക് ഒരു ഷെയ്യും ഉണ്ടാവില്ല. ഒരു ഷെയ് പറഞ്ഞാൽ ലാഭവും ഉണ്ടാവില്ല, ഉജ്റത്ത് മിസ്ലും ഉണ്ടാവില്ല. ഫിൽ അസുഹി, അസുഖ പ്രകാരം ഉണ്ടാവില്ല. എന്തല്ലാണ്ട് കാക്കാൻ അള്ളാഹു ഇവിടെ ആമിൽ തൃപ്തിപ്പെട്ടല്ലോ ബിൽ അമരി മജ്ജാന, വെറുതെ പണിയെടുക്കലുകൊണ്ട് ഓൻ ടൈം പാസ്സായിട്ട്. കാരണം മറ്റവൻ പറഞ്ഞതിനങ്ങനല്ലേ ലാഭം കംപ്ലീറ്റ് എനിക്കാണെന്ന്. വസാനി, എന്നാൽ അസുഹിൻ്റെ മുക്കാബിലയാകുന്നത് ലഹു, ഇങ്ങനെ ലാഭം കംപ്ലീറ്റ് എനിക്ക് എന്നും പറഞ്ഞ് കിറാവ് നടത്തിയാലും അവിടെ ആമിലേക്ക് ഉണ്ട് ഉജ്റത്തുൽ മിസ്ലി കിട്ടേണ്ടതുണ്ട്, അത് മാലിക്ക് കൊടുക്കേണ്ടതുണ്ട്. ഖൈരി ദാലിക, ഞാൻ ലാഭം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഉള്ളതല്ലാത്തതുപോലെ, അല്ലാത്തതിനാൽ സൂര്യൽ ഫസാദി, കിറാൽ ഫാസിദാകുന്ന വേറെ എന്തെല്ലാം കോലുണ്ടോ അടക്കം ഉജ്റത്തുൽ മിസ്ലി കൊടുക്കണമല്ലോ. എന്നമാതിരി ഫാസിദ ഒരു കോലല്ലേ ഇത്, അപ്പോൾ ഇവിടെ ഉജ്റത്തുൽ മിസ്ലി കൊടുക്കണം എന്നാണ് താനിക്കാറ്. അത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ കിറാലൊക്കെ ശരിയായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ളതായിരിക്കുന്ന ആമിലിൻ്റെ ഡ്യൂട്ടിനെ പറ്റി പറയാണ്. വയത്തസറഫുല്ലാമിലു, ഈ കിറാദിലെ ആമിൽ ക്രിയവിക്രയം ചെയ്യണം. മുഹത്താത്തൻ, ദുഷ്കം പാലിക്കുന്ന നിരക്കാണ്. ഫീ തസറുഫിഹി, ആ ആമിലിൻ്റെ ക്രിയവിക്രയത്തിൽ. അപ്പം കഴിയുന്നത്ര ലാഭം കിട്ടുന്നത് ഒക്കെ സൂക്ഷിക്കണം. വെറുതെ സത്ത് നഷ്ടപ്പെടുന്ന പണിയൊന്നും ചെയ്യാതെ ഭയങ്കര സൂക്ഷ്മതയിൽ തന്നെ പണിയെടുക്കണം. ലാഭ്യ ഹബിനിൻ, നഷ്ടത്തിന് പകരം ക്രിയവിക്രയം ചെയ്യാൻ പാടില്ല. എന്തിൽ നഷ്ടം വരിക? ഫീ ബൈനൗ ഷിറായിൻ, വെക്കുന്നതിലോ വാങ്ങുന്നതിലോ. വെക്കുന്നതിൽ നഷ്ടം വെക്കലെങ്ങനെ വരലെങ്ങനെ? സാധനത്തിൻ്റെ വില കുറച്ച് വെക്കുക. അപ്പോൾ തന്നെ വാങ്ങുന്നതിൽ നഷ്ടപ്പെടലെങ്ങനെ? സാധാരണ വിലനേക്കാൾ കൂടുതൽ പൈസ കൊടുത്ത് ഇങ്ങനെ വാങ്ങുക. അതൊക്കെ നഷ്ടമാണ്. അങ്ങനത്തെ പണി ആമിൽ ചെയ്യാൻ പാടില്ല. സ്വന്തം മുതലാളിയാണ് അവനക്ക് ചെയ്യുക, കാരണം അവൻ്റെ സ്വത്തല്ലേ ഇത്, ആമിലിനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ വലാ നസീയത്തിൻ ഫീ ദാലിക ലാബി ഹബിനിൻ, വലാ നസീയത്തിൻ ഫീ ദാലിക. അതുപോലെ ഈ വിൽക്കുന്ന സമയത്ത് ഈ തസറുഫിൽ അവധിക്ക് വരാൻ പാടില്ല. ഫീ ദാലിക എന്ന് പറഞ്ഞാൽ ഫീ ബൈഇനൗ ഷിറായിന്ന്, വിൽക്കുന്നതിലോ വാങ്ങുന്നതിലോ അവധിക്ക് വരവും പാടില്ല. ബിലാ ഇതിന്, മാലിക്കിൻ്റെ സമ്മതമല്ലെങ്കിൽ പറ്റൂല. എന്തിൽ സമ്മതം വേണം? ഐഫിൻ നസീയത്തി വൽ ഹബിനി, അവധിക്ക് പകരം വിൽക്കുകയാണെങ്കിൽ അതിനോ, അപ്പോൾ തന്നെ നഷ്ടത്തിന് പകരമാണെങ്കിലും വിൽക്കുകയാണെങ്കിൽ അതിലൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ പറ്റും. പല മുറാദ് ബി, ഇവിടെ ഇപ്പോൾ സമ്മതമല്ലെങ്കിൽ നഷ്ടത്തിന് വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. ആ നഷ്ടം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫായിഷു, കഷ്ടത്തരമായ നഷ്ടമാണ്. ഇത് സഹിക്കാൻ കഴിയാത്ത നഷ്ടം. അത്രയൊക്കെ നഷ്ടം ആർക്കും വിട്ടുകൊടുക്കൂല. അല്ല, ഒരു 2 പൈസറ്റ നഷ്ടം പറ്റിക്കുന്നു, അല്ലെങ്കിൽ ഒരു അര പൈസ, അല്ലെങ്കിൽ 3 പൈസറ്റ നഷ്ടം പറ്റിക്കുന്നു. അതൊന്നും ഒരു വിഷയമല്ലല്ലോ, അതൊന്നും പാടില്ല എന്നൊന്നുമില്ല. അതൊക്കെ ചിലപ്പോൾ കച്ചവടത്തിന് നേക്കിന് ചെയ്യേണ്ടി വരും. കമാഫിൽ വക്കീലി, വക്കീലുള്ള പോലെ. വക്കീൽ എങ്ങനെയാണ്? വക്കീൽ നഷ്ടത്തിന് പകരവും നസീയത്തിന് പകരവും ചെയ്യാൻ പാടില്ല. പക്ഷേ അവരുടെ ഉദ്ദേശം ഫായിഷായതാണെന്ന പോലെ. അപ്പം നമ്മൾ പറഞ്ഞ് സമ്മതമില്ലെങ്കിലാണ് പറ്റാത്തത്. എന്നാൽ വബിൽ ഇതിന്, മാലിക്കിൻ്റെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ യജൂസു, ജായിസാണ് ദാലിക. അങ്ങനെ ഹബിന് പകരവും നസീയത്തിന് പകരവും ഒക്കെ തസറുഫ് ചെയ്യൽ ആമിനക്ക് ജായിസാണ്. വയത്തി വരും ഫീ തക്ദീരിൽ അജലി, അവധിയെ കണക്കാക്കി കൊടുക്കുന്നിടത്ത്. മാലിക്ക് കണക്കാക്കി കൊടുത്ത് ഈ വിൽക്കുമ്പോൾ ഒരു മാസത്തേക്ക് അവധി ഇങ്ങനെ കണക്കാക്കിക്കോ. അവത്തിനെ ഇത്തലാക്കി, അവത്തിനെ അജലിനെ ഇത്തലാക്കാക്കി, അതിൻ്റെ പരിധി പറഞ്ഞില്ല. ഈ അവധിക്ക് വിറ്റോ എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ ഏത് ഒരു മാസത്തേക്കൊന്നും ഒരു ആഴ്ചത്തേക്കൊന്നും അങ്ങനെ അവധിക്ക് കൈത് കൊടുക്കാതെ കണക്കാക്കാതെ ഇത്തലാക്കാക്കി. എന്തിനാണ് ഇങ്ങനെ തക്ദീറു ഇത്തലാക്കോ ചെയ്യുന്നത്? ഫിൽ ബൈ, വെക്കുന്ന വിഷയത്തിൽ അജലിനെ കണക്കാക്കുന്നതിലും അജലിനെ ഇത്തലാക്കാക്കുന്നിടത്തും വരും. എന്ത് വരും? ഒരു വിഷയം വരും. എങ്ങനത്തെ വിഷയമാണ്? തഖദ്ദമ, ആ വിഷയം കഴിഞ്ഞു പോയിരുന്നു. ഫിൽ വക്കീലി, വക്കീലിൻ്റെ വിഷയത്തിൽ. അതായത് ഈ കിതാബിൻ്റെ 2-ാം വാള്യം 342 പേജിൽ പറഞ്ഞിരുന്നു. ഈ വക്കീലിനോട് വെക്കുന്ന സമയത്ത് പിന്നെ നീ മുഅജ്ജലായിട്ട് വിറ്റോ, അപ്പോൾ അതിന് ഇത്ര അതിക്ക് വിറ്റോ പറഞ്ഞാൽ അങ്ങനെ തന്നെ പിന്നെ കണക്കാക്കി എനിക്ക് വിൽക്കാമെന്നും. ഇതല്ല ഇത്തലാക്കായിട്ട് അജലിനെ ഇത്തലാക്കാക്കിക്കുകയാണെങ്കിൽ അങ്ങനെ എനിക്ക് അജലിന് വിൽക്കുക. പക്ഷേ അജലിനെ നാട്ടിലെത്രയാണ് ഉർഫ്, അത് പ്രകാരം ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ജുസിൻ്റെ 342-ാം പേജിൽ. അതൊക്കെ ഇവിടെ കിറാദിൻ്റെ ആമിലും വരും. വയജിബുൽ ഇർഷാദു ഫിൽ ബൈ, വയജിബു ആമിലേക്ക് നിർബന്ധമാണ് ഇർഷാദു, സാക്ഷി നിർത്തണം. എപ്പോഴാണ് സാക്ഷി നിർത്തേണ്ടത്? ഫിൽ ബൈ, കിറാദിൻ്റെ സ്വത്ത് വിൽക്കുന്ന സമയത്ത്. നസീയത്തൻ, പൈസ ഇപ്പം വാങ്ങാതെ അവധിക്ക് വിൽക്കുകയാണ്, അതിന് സാക്ഷി നിർത്തണം. ഫൈൻ തിറക്കഹു, ഇനി നസീയത്തിനായിട്ട് വിൽക്കുമ്പോൾ ആമിൽ സാക്ഷി നിൽക്കുക എന്നുള്ള പണി ഒഴിവാക്കിയാൽ ലബിന, അവിടെ ആമിൽ കൊടുക്കും, ആമിനാവും. എന്തെങ്കിലും പറ്റിയാൽ അവൻ്റെ കീസനെടുത്ത് കൊടുക്കേണ്ടി വരും.
വജുഹു മന്നിഷിറായി നസീയത്തൻ. അപ്പം വജു മന്നിഷിറായി എന്നാൽ ആമിലേക്ക് വാങ്ങാൻ പാടില്ല, നസീയത്തൻ അവധിക്ക് വാങ്ങാൻ പാടില്ല. വിൽക്കാൻ പറ്റില്ല എന്നുള്ള ഈ കാരണം മനസ്സിലായി. വിറ്റിക്കാണെങ്കിൽ പൈസ ഇട്ടില്ല എന്ന് വരും. എന്നാൽ വാങ്ങാൻ പറ്റില്ല എന്നെന്താ, വാങ്ങിയ സാധനം ഉണ്ടാവില്ലേ എന്ന് അതിന് പറയുക. അപ്പോൾ എന്താ പ്രശ്നം? അത് അന്നഹു നിശ്ചയമായിട്ടും അതിൻ്റെ വജ് കമാഖാല റാഫിയാൻ പറഞ്ഞ മാതിരി അങ്ങനെ പറ്റാതിരിക്കാനുള്ള വജ് ആകുന്നത് കദിയത്തിലെ റസുൽ മാലി, പൈസ അപ്പം കൊടുക്കാതെ വാങ്ങലാണല്ലോ അവധിക്ക് വാങ്ങൽ. അപ്പോൾ റസുൽ മാലി അഥവാ മാലിക്ക് ഏൽപ്പിച്ച സംഖ്യ ചിലപ്പം കള്ളം കൊണ്ടുപോയിട്ടോ മറ്റോ ചിലപ്പം നശിച്ചു പോയേക്കും. ഫതബക്കൽ ഉഹുദത്തു, അപ്പോൾ ഉത്തരവാദിത്തം ബാക്കിയാകും. മുത്തല്ലിക്കത്തം ബിഹി, ആ റസുൽമാലിനോട് ബന്ധിച്ചലക്ക്. റസുൽമാലിനോട് അതല്ല ബിഹിൻ്റെ ദമീർ മാലിക്കിലേക്കാണെന്നും പറഞ്ഞിട്ടുണ്ട്. പ്രകാരം മാലിക്കിനോട് ബന്ധപ്പെട്ടയാൾക്ക് ബാക്കിയാവും. ഫതല്ലക്കു, അപ്പോൾ ഉത്തരവാദിത്തം ബന്ധപ്പെടുക അവസാനം ബിൽ മാലിക്കിനോടാണ്. ഈ ആമിന് കൊടുക്കാനുണ്ടാവില്ല, അവന് പഠിക്കാനല്ലേ, പിന്നെ മാലിക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ മാലിക്ക് കൊടുക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അവധിക്ക് പകരം വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ന്യായം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.